സ്മോൾ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു വിശേഷമായിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് ചക്കപ്പായസമാണ്. ഇത് ഞാൻ കുക്ക് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ, കാരണം കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചൊരു തിരക്കായിപ്പോയി, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ നല്ല ടേസ്റ്റൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ചക്കപ്പായസം. അപ്പം നമുക്കറിയാം, ഇപ്പം ചക്കക്കാലൊക്കെ ആയാൽ നമുക്ക് വീട്ടമ്മമാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ചിലപ്പം ചക്ക കിട്ടും, ചിലപ്പോൾ അത് നല്ല പഴുപ്പുള്ളതുമായിരിക്കില്ല, ചിലപ്പം എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമൊക്കെ ഉണ്ടാവും, ചെറിയ പുളി, ചിലപ്പോൾ ഓവർ പഴുത്തു പോയതുണ്ടാവും. അങ്ങനെ പല ചിലപ്പോൾ വീട്ടിലന്ന് വേറെ എന്തെങ്കിലും വിഭവങ്ങളോ ചിക്കനോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലുള്ളവരാരും കഴിക്കില്ല. അപ്പോൾ പിന്നെ ഈ ചക്ക നമ്മൾ ഇരിഞ്ഞിട്ടതൊക്കെ ചിലപ്പോൾ അത് വെറുതെ ആവും. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ചീത്തയായി പോവില്ല, എന്താ ചെയ്യുക. അപ്പോൾ അതൊരു വിഷമവും. നല്ല ചക്ക അപ്പോൾ ചിലവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ വീട്ടമ്മമാർക്ക് പൊതുവേ അങ്ങനെ കളയാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും, ഇത് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാന്നൊക്കെ വെച്ചാൽ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. ഞാനും ഇന്നലെ എനിക്ക് ഒരു കഷ്ണം ചക്ക കിട്ടി, പക്ഷെ പഴഞ്ചക്ക കേട്ടോ, ഞങ്ങളിവിടെ പഴഞ്ചക്ക എന്നാണ് പറയാം. അപ്പം അത് പക്ഷെ നന്നായി പഴുത്തിട്ടുമില്ല, അതേസമയം പുഴുങ്ങേണ്ട പാകം കഴിഞ്ഞും പോയി, ചെറിയൊരു അലിച്ചിൽ പോലെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ പാകത്തിൽ ആരും വീട്ടിൽ കഴിക്കൂല, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഇത് വേറെ ഏതെങ്കിലും രൂപത്തിൽ കൺവേർട്ട് ചെയ്താലോ എന്ന് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്താലോ, നമ്മൾ യൂട്യൂബിലൊക്കെ പലരും ചെയ്തിട്ടൊക്കെ കണ്ട് ചെറിയൊരു പിക്ചർ നമ്മളെ മൈൻഡിലുണ്ടല്ലോ. അപ്പം ഞാൻ വെറുതെ പിന്നെ യൂട്യൂബൊന്നും നോക്കാൻ പോയില്ല, ഞാൻ വെറുതെ എൻ്റെ ഒരു ഊഹത്തിന് എല്ലാവരും ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഈ ചക്ക എടുത്ത് മിക്സിയിൽ അടിച്ചു. ഫുള്ള് പേസ്റ്റ് ആക്കിയില്ല, കാരണം ഇതാ കുറച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, ചെറിയ കഷ്ണങ്ങളൊക്കെ കണ്ടോ. അതെന്താ നമുക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടി. നമ്മൾ പായസം കുടിക്കുമ്പോൾ വെറും പേസ്റ്റ് പോലെ ആവുന്നതിലും നമുക്ക് എന്തെങ്കിലും കയ്യിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോഴല്ലേ അതിൻ്റെ ഒരു രുചി ഉണ്ടാകും. ഞാൻ എന്ത് ചെയ്തു, ആ ചക്ക എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി, ചുളയൊക്കെ ഇരിഞ്ഞ് കഴുകി വൃത്തിയാക്കി മിക്സിയിൽ നന്നായിട്ട് അങ്ങ് അടിച്ചു. എന്നിട്ട് അതെന്തെന്ന് വെച്ചാൽ ശർക്കരപ്പാനി. അപ്പോൾ നമുക്ക് ഏകദേശം വീട്ടമ്മമാർക്ക് അറിയാൻ പറ്റുമല്ലോ, ഇത്ര ചക്ക ക്വാണ്ടിറ്റി ആകുമ്പോൾ ഏകദേശം മധുരത്തിന് എത്ര ശർക്കര വേണം. അപ്പം ഞാൻ ശർക്കരപ്പാനി ഉണ്ടാക്കി. കുറേ കൂടുതൽ വെള്ളം ഉണ്ടായിക്കോട്ടെ, കാരണം ചക്ക നല്ല പേസ്റ്റ് പോലെ ഉള്ള കൺസിസ്റ്റൻസി ആയിരിക്കും, നല്ലൊരു തിക്കായിട്ടുള്ള. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഉണ്ടെങ്കിലേ കുറച്ചെങ്കിലും നമുക്കിതങ്ങനെ കുറച്ചൊരു എന്താ പറയുക പായസം പോലെ എടുത്ത് ഒഴിക്കാൻ പറ്റും, അത് കട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് തോനെ ശർക്കരപ്പാനിയാക്കി. എന്നിട്ട് ആ ശർക്കരപ്പാനിയിലേക്ക് ഈ ചക്ക ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചു. എന്നിട്ട് വെന്ത് വരുമ്പം കുറച്ച് നെയ്യും ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ വേറൊരു ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് എടുത്ത് അതിൽ അണ്ടിയും മുന്തിരിയും പിന്നെ താളിച്ച് വറുത്ത്, ഞങ്ങൾ പറയാം വറുക്കുക എന്നാണ്. അപ്പം അണ്ടിയും മുന്തിരിയും വറുത്ത് അതും ഇതിനകത്തേക്കിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു. അപ്പം എന്തൊക്കെയാണ്, ചക്ക ശർക്കരപ്പാനിയിൽ വേവിച്ചു, വെന്ത് വന്ന് ഇറക്കാനാവുന്ന സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു. അപ്പം മധുരമൊക്കെ നമുക്ക് നോക്കി ഏകദേശം അറിയാമല്ലോ, ഏകദേശം കുറേ മധുരം വേണ്ട, കുറച്ചും കൂടി ശർക്കര അങ്ങ് ഇടുക. ഇനി ലാസ്റ്റിൽ അയ്യോ ഇത് കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. പൊടി ശർക്കരയൊക്കെ ഉണ്ടാവില്ല, ഇനിയിപ്പോൾ കട്ട ഇട്ടാലും ഒന്ന് കുത്തി ചതുക്കിയിട്ട് അതിലേക്ക് ഇട്ടാൽ മതി, അതങ്ങ് അലിഞ്ഞോളും. അപ്പം അതിനകത്തേക്ക് വെന്ത് കഴിയുമ്പം ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ നമ്മളെ ആവശ്യത്തിന് എത്ര തേങ്ങാപ്പാൽ വേണം എന്നൊക്കെ നമ്മളല്ലേ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമുക്കറിയാം, വായിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ രുചി എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇറക്കി വെച്ചു. വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി അതിൽ വറുത്ത് ഇതിനകത്തിട്ടു. ഇതാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പായസം. ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പം വീട്ടമ്മമാർക്കൊക്കെ ഉണ്ടൊരു പ്രശ്നം, അല്ലെങ്കിൽ ചില വീട്ടിലുള്ള ആൾക്കാർക്കും ഉണ്ട് പ്രശ്നം, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ തോന്നും, ചിലപ്പം ആ ക്രേവിങ് നമുക്ക് ചിലപ്പോൾ അടക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വെറുതെ ബേക്കറിയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നതിന് ശേഷം ചക്കക്കാലാകുമ്പം ഇങ്ങനെ ചക്ക വേസ്റ്റ് ആവില്ല, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല തണുത്തിട്ട് ഇടക്കൊന്ന് ഭക്ഷണം കഴിച്ചൊരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ എടുത്ത് കഴിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഈസി കാട്ടിക്കൂട്ട് ചക്കപ്പായസമാണ്. പക്ഷേ കാട്ടിക്കൂട്ട് ചക്കപ്പായസം എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ, അതിന് ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കും വീട്ടമ്മമാർക്കൊക്കെ വീട്ടിൽ ഇതുപോലെ ചക്കയൊക്കെ ഉണ്ട്, അയ്യോ ഇത് വേസ്റ്റായി പൊന്നിനിപ്പോൾ ആരും കഴിക്കൂല, ഇത് കളയണ്ടേ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുമ്പം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താൽ നമുക്കത് ഉപകാരപ്പെടുത്താം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ, നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ ഒരു ഫുഡ് കളർ ഇട്ടതും അതും ഇതുമൊക്കെ വാങ്ങി കഴിക്കുന്നതിലും നല്ലത് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഇതുപോലെ മധുരമൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതല്ലേ. അപ്പം എൻ്റെ ഈ ചെറിയ റെസിപ്പി എത്രയോ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ ഉണ്ടാവും, പക്ഷെ ഞാൻ ചെയ്തപ്പം ഒന്ന് ഇടണമെന്ന് തോന്നി. അത് കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് തിരക്കായതാണ് എടുക്കാനും പറ്റിയില്ല. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഞാൻ റെസിപ്പി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.